നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുത്തൂർ തന്നെയാണ് കേട്ടോ. തിരുത്തൂർ പലരുടെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. വന്നിരിക്കുന്നതിന്റെ കാരണം ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ സൈറ്റിൽ 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു ആൽക്കലൈൻ ഫിൽറ്റർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത് പോലെ ഇവിടെയും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരു ആൽക്കലൈൻ ഫിൽറ്റർ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പ്രീ ഫിൽറ്റർ ആയിട്ട് 5 മൈക്രോണിന്റെ സെഡിമെന്റ് ഫിൽറ്ററും അതോടുകൂടി തന്നെ ഒരു അയൺ റിമൂവറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ്. നിങ്ങൾ എല്ലാവരും അത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ പലരുടെയും കോളുകൾ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും കോൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടെല്ലാം പറയാനുള്ള ഒരു പ്രത്യേക റിക്വസ്റ്റ്, നിങ്ങൾ കോൾ ചെയ്തിട്ട് ഇന്ന വെസല് അല്ലെങ്കിൽ ഇന്ന പ്യൂരിഫയറിന് എത്രയാവും, ഞങ്ങളുടെ വെള്ളം ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. നമുക്ക് വെള്ളത്തിന്റെ, അതായത് ഏത് വെള്ളമാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട അതിന്റെ ഒരു റിപ്പോർട്ട് നമുക്ക് വേണം. വെള്ളം ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമുക്ക് അവിടെ വെക്കേണ്ടതെന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന്റെ കോസ്റ്റിനെ കുറിച്ചും ഒരു ധാരണയിൽ എത്താൻ പറ്റത്തുള്ളൂ. വെറുതെ എന്റെ വെള്ളത്തിന് ഒരു ചെളിമയം ഉണ്ട് അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടായില്ല. അപ്പൊ നിങ്ങളെല്ലാവരും വിളിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതോടുകൂടി തന്നെ റേറ്റ് ഡയറക്റ്റ് എന്നോട് ചോദിക്കരുത്. ഇത് ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തും നമുക്ക് വിളികൾ വരുന്നുണ്ട്. അപ്പോൾ സന്തോഷം, അത് അങ്ങനെ വരുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ വേണമെങ്കിലും വന്ന് നമ്മൾ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അതിനു മുന്നേ നമുക്ക് വെള്ളത്തിന്റെ വാട്ടർ, ഏത് വെള്ളമാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ആ വെള്ളത്തിന്റെ ക്വാളിറ്റിനെ കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. രോഗം അറിഞ്ഞിട്ട് ചികിത്സിക്കുന്ന അതേ സെയിം കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ക്വാളിറ്റി അറിഞ്ഞാലേ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ വെള്ളം നിങ്ങളുടെ ഒരു ടെസ്റ്റ് ചെയ്ത് റെപ്യൂട്ടഡ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരിക. പിന്നെ നിയർ ബൈ ആണെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്ട് ആണെങ്കിൽ ഈ 2 ഡിസ്ട്രിക്റ്റുകളിലും നമ്മൾ ഡയറക്റ്റ് പോയിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ അടുത്ത അതിനുശേഷമുള്ള ഡിസ്ട്രിക്റ്റുകൾ, അതായത് ബാക്കിയുള്ള സ്ഥലങ്ങൾ ദൂരെ കൂടുതലാണെങ്കിൽ നിങ്ങൾ തന്നെ എവിടെയെങ്കിലും ഒരു റെപ്യൂട്ടഡ് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് അയച്ചു തന്നാൽ ഞാൻ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ കാര്യം ഒന്ന് ഓർമ്മ വെക്കണമെന്ന് ദയവായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആരും ഒരു നെഗറ്റീവായിട്ട് എടുക്കണ്ട, എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ദയവായിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ വർക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഈ വർക്ക് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വർക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരിട്ട് വർക്കിലേക്ക് പോവാം. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഫിക്സ് ചെയ്യേണ്ട സ്ഥലം ഇവിടെയാണ് കേട്ടോ. നമ്മൾ വാട്ടർ പ്യൂരിഫയർ ഫിക്സ് ചെയ്യേണ്ട സ്ഥലം ഇവിടെയാണ്. നമുക്ക് വാട്ടർ ലൈൻ, ഇതിന്റെ ഇൻലൈൻ നമ്മൾക്ക് ഈ ഒരു ഹോളിൽ കൂടിയാണ്, പുറത്തുനിന്നാണ് ഇങ്ങോട്ട് എടുക്കേണ്ടത്. അപ്പോൾ പുറത്താണ് നമുക്ക് പ്രീ ഫിൽറ്റർ ഒക്കെ പിടിപ്പിക്കേണ്ടത്, പുറത്താണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ പ്ലഗ് പോയിന്റ് ഇവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റ് ഇതാണ്. 11 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള വാട്ടർ പ്യൂരിഫയർ. അപ്പോൾ നമുക്ക് പിടിപ്പിക്കേണ്ടത് ഈ ഒരു ഏരിയയിലാണ്. നിങ്ങൾക്ക് ഞാൻ ആ പ്രീ ഫിൽറ്റർ പിടിപ്പിക്കേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് പ്രീ ഫിൽറ്റർ നമുക്ക് കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ വാട്ടർ ഇൻലെറ്റും ഈ ഹോള് വഴിയാണ് നമുക്ക് ട്യൂബ് അകത്തേക്ക് ഇടേണ്ടത്. അപ്പൊ ഇതിന് പുറത്തായിട്ട് ഒരു പ്രീ ഫിൽറ്റർ 5 മൈക്രോൺ സെഡിമെന്റ് ഫിൽറ്ററും ഒരു അയൺ റിമൂവറും നമുക്ക് ഇവിടെ കൊടുക്കണം. അപ്പൊ ഒട്ടും സമയം കളയാനല്ല, നമുക്ക് നമ്മുടെ വർക്കിലേക്ക് നേരിട്ട് കിടക്കാം. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ പ്രൊഡക്ഷൻ വന്നു തുടങ്ങി. നമുക്കിനി ഇനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് വാട്ടറിന്റെ ക്വാളിറ്റി നോക്കാം. നമ്മളിവിടെ മുന്നേ ടെസ്റ്റ് ചെയ്തപ്പോൾ pHന്റെ കുറച്ച് അഭാവം ഉണ്ടായിരുന്നു. നമുക്ക് അതുകൊണ്ട് വാട്ടറും പ്രൊഡക്റ്റും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഈ ആൽക്കലൈൻ ഫിൽറ്റർ ഇട്ടതിന് ശേഷം വല്ല പുരോഗതി വന്നോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊന്ന് വാട്ടർ ടെസ്റ്റ് ചെയ്ത് നോക്കാം.
റോ വാട്ടറിന്റെ pH-ന്റെ വാല്യൂ ആണ് ഈ കാണുന്നത്. അതായത് ഒരു ഓറഞ്ച് കളറാണ്, റെഡിഷ് ഓറഞ്ച് കളറാണ്. അതായത് നമ്മൾ നേരത്തെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു കളർ കമ്പാരിസൺ. ഈ ഓറഞ്ച് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് അസിഡിക് ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 3 ഉണ്ടായിരുന്നുള്ളൂ pH, വളരെ താഴ്ന്നു എടുക്കുകയായിരുന്നു, അസിഡിക് ലെവലിലായിരുന്നു. അപ്പൊ അതിന്റെ ഈ കളർ കോഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റോ വാട്ടറിന്റെ pH എത്രയാണ്. ഇപ്പൊ ഒരു 3 താഴെയാണ് നിൽക്കുന്നത്. ഈ കളർ കോഡ് നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് കാണാൻ പറ്റുന്നത് തന്നെ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് നോക്കാം. പ്രൊഡക്റ്റിന്റെ ഈ ആൽക്കലൈൻ ഫിൽറ്റർ ഇട്ടതിന് ശേഷം pH-ന്റെ അകത്തുള്ള വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കളർ വ്യത്യാസം വന്നു. അതായത് ഒരു നീല കളറിലേക്ക്, അതായത് ഗ്രീനിൽ നിന്നും മേലോട്ട് കയറി. അതായത് നമ്മുടെ വെള്ളം ആൽക്കലൈൻ വെള്ളത്തിലേക്ക്, അതായത് ആൽക്കലൈൻ വാട്ടറിലേക്ക് നീങ്ങി. അതായത് അസിഡിക് ആയിരുന്നു നമ്മുടെ 3 താഴെ ആയിരുന്നു pH റോ വാട്ടറിന്റെ. നമ്മൾ ഈ ഒരു കാറ്ററേജ് ഇട്ടതിന് ശേഷം, ഈ ആൽക്കലൈൻ ഫിൽട്ടർ ഇട്ടതിന് ശേഷം നമ്മുടെ pH-ന്റെ വാല്യൂ റേസ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഈ ബ്ലൂ കളറിൽ നോക്കി അറിയാൻ പറ്റും. എബവ് 7.5. അതിനർത്ഥം നമുക്ക് 7.5 മേലെ പോയി കഴിഞ്ഞാൽ ആൽക്കലൈൻ വാട്ടറിലേക്ക് കൺവേർട്ട് ആയി. അപ്പൊ നമുക്ക് വേണ്ടിയ റീഡിങ് 7 to 7.5 ആണ് എക്സലന്റ് റീഡിങ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് അനുശാസിക്കുന്ന ഇതനുസരിച്ചിട്ട് 6.2 തൊട്ട് 8.2 വരെ ആകാമെന്ന്, 8.5 വരെ ആകാമെന്ന് പറഞ്ഞത്. അപ്പൊ 7.5-ന് മേലെ ഇപ്പൊ നമുക്ക് ആൽക്കലൈൻ വാട്ടർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സംഭവം വെച്ചതിന് ശേഷം ഗുണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ടെസ്റ്റ് നടത്തിയത്. നമുക്ക് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചു നോക്കാം, എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടോ? നമ്മൾ ആദ്യം ഞാനത് എടുത്തിട്ടുണ്ട്, നമ്മുടെ ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, തരാൻ ഞാനത്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം ഒരു 3 ആയിരുന്നു pH. അപ്പോ ആ ഒരു pH-ന്റെ അഭാവം മൂലമാണ് നമ്മൾ ഈ ഒരു കാറ്ററേജ് ഇവിടെ ആഡ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലെത്തിയത്. ഇത് നമ്മൾ ആൽക്കലൈൻ ഫിൽറ്റർ എന്ന് പറയും. pH കുറവുള്ള സ്ഥലങ്ങളിൽ കിട്ടണമെങ്കിൽ pH-നെ ബൂസ്റ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ആൽക്കലൈൻ ഫിൽറ്റർ. അതായത് നമുക്ക് pH എപ്പോഴും ശരിക്കും ഒരു 7-ന് മേലെ നിൽക്കണം ഡ്രിങ്കിങ് വാട്ടറിൽ. ശരിക്കും അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 3 ആയിരുന്നു. 3 എന്ന് പറയുമ്പോൾ അസിഡിക് ആണ്, അത് നമുക്ക് കുടിക്കാൻ അനുയോജ്യമല്ല. അതിന്റെ പേരിൽ നമ്മൾ ഇട്ടിട്ട് ഇതിനെ കൂട്ടാൻ വേണ്ടിയാണ് ഇട്ടത്. അപ്പൊ ഞാനിപ്പോ കാണിച്ചത് താങ്കൾ വിശ്വസിക്കുന്നു. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത കണക്ക് ഓറഞ്ച് കളർ, അപ്പൊ അത് അസിഡിക് തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ എടുത്തതാണ് പ്രൊഡക്റ്റ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൽക്കലൈനിലേക്ക് മാറി സംഭവം. അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്, അറിയാൻ വേണ്ടിയാണ്. ശരിക്കും നല്ലൊരു മാറ്റം നമുക്ക് നേരിട്ട് കാണാം. അടുത്തത് നമുക്ക് ഇത് ബോക്സ് അപ്പ് ചെയ്തിട്ട് ഇതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഒന്നും കൂടി എടുത്ത് ചെക്ക് ചെയ്തതിനു ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പൊ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാണ്ട് നമുക്ക് നമ്മുടെ ഇതിന്റെ സാമ്പിൾ എടുത്തിട്ട് നമുക്കൊന്ന് കുടിച്ചു നോക്കുക എന്നുള്ളതാണ്. ഇതിന് വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് കസ്റ്റമറോട് തന്നെ ചോദിച്ചു നോക്കാം. ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ല. അപ്പൊ നമ്മുടെ ഡിനിച്ചേട്ടൻ ഉണ്ട്. നമസ്കാരം ചേട്ടാ. നമുക്കിപ്പോ ഒന്ന് ഇതിന്റെ വെള്ളം ഒന്ന് എടുത്തിട്ട് ഒന്ന് കുടിച്ചു നോക്കിയിട്ട് പറയണം. അപ്പൊ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് പറയണം. നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിലാക്കട്ടെ വെള്ളത്തിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇത് വെച്ചിട്ട് വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യം. എങ്ങനെയുണ്ട് വെള്ളം കുടിച്ചിട്ട്? വെള്ളം കുടിച്ചിട്ട് പഴയതിനേക്കാളും ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. നല്ല വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേത് കുടിക്കുമ്പോൾ ഒരു ചെറിയൊരു കട്ടിപ്പുണ്ടായിരുന്നു. ആ കട്ടിപ്പൊക്കെ മാറി. പിന്നെ വെള്ളം നല്ല ഒരു ക്ലിയർ തോന്നിക്കണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആഡ് ചെയ്യാനുള്ള ഒരു കാറ്ററേജ് ഇട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ പേരിൽ പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ യൂസ്ഡ് ആയിരുന്നത് അസിഡിക് വാട്ടർ ആയിരുന്നു നമ്മൾ യൂസ്ഡ് ആയിരുന്നത്. ആൽക്കലൈനിലേക്ക് കട്ടിപ്പ് മാറിയുണ്ട്. ഒരു എഫക്ട് ചെയ്യുന്നത് ശരിക്കും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നല്ല ക്ലിയർ വാട്ടറും. അപ്പൊ ഹാപ്പിയാണ്. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമ്മളിവിടെ നീങ്ങണം. അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. പുതിയൊരു വർക്കുമായി വരുന്നവരെ ബൈ.